2013 അവസാനത്തിൽ ഈ ബിസിനസ് ഏറ്റെടുത്തവരാണ്, അല്ലെങ്കിൽ 2014 തുടക്കത്തിലാണ് ഞങ്ങൾ സജീവമാകുന്നത് ഈ ബിസിനസ്. ഇത് 2024 നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട പല കാരണങ്ങളും ഞങ്ങൾ ഇടയ്ക്ക് തേടാറുള്ളപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ: എവിടെയും പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു വാശി, ഉള്ളിൽ വല്ലാത്തൊരു ഫയർ. ഏതെല്ലാം വെല്ലുവിളികൾ വന്നാലും ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ പോകുന്ന ഈ ഒരു ഫയർ എവിടുന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അവരവരുടെ ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹം, നമ്മൾ പറയാം അംബീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയാ, വലിയ ആഗ്രഹങ്ങളാണ് നമ്മളെ നയിക്കുന്നത് എന്ന് പറയും. പക്ഷെ ഈ പലപ്പോഴും ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു ആവേശം ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ആ ആവേശം തണുക്കും. ഒരാളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് നമുക്കറിയാം, ഒരു റോക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത് അതിന്റെ ബോട്ടത്തിലുള്ള ഫയറാണെന്ന് പറയാം. ഇതുപോലെ നിങ്ങളെ മുൻപോട്ട് നയിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എത്രത്തോളം തീവ്രതകളുണ്ടോ ആ തീവ്രതയാണ് നിങ്ങളെ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് ഒരു തത്വമില്ല. ഫേസ് ഈവന്റ് മാസങ്ങൾക്ക് മുമ്പ് പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഫേസിന്റെ വേദിയിൽ ഞാൻ ഒരു അച്ചീവറായി കയറണം എന്ന് ആഗ്രഹിച്ചതിന്റെ ഒരു റിസൾട്ടാണ് ഇന്നിവിടെ ടോപ്പ് 10 ആൾക്കാർ ചെയ്തത്. ആണോ അല്ലേ? അങ്ങനെ ആഗ്രഹിക്കാത്ത, അങ്ങനെ പ്ലാൻ ചെയ്യാത്ത ആരും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഇവിടെ എത്താനും കഴിഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി രാജ്യത്തെ ഏറ്റവും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന വ്യവസായമാണ്. നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും അത് പലപ്പോഴും ആലങ്കാരികമായിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷന് വേണ്ടി ലീഡേഴ്സ് പറയുന്നതാണ് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ബട്ട് ഫാക്ട് എന്താണ് എന്ന് നോക്കിയാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ സാധ്യത, അല്ലെങ്കിൽ ഇതിന്റെ കാലഘട്ടം വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം സമൂഹത്തിൽ എത്രയോ, ഞാൻ രാജ്യത്തെ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു ട്രേഡ് യൂണിയന്റെ ഭാഗമായി അതിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിൽ, തൊഴിൽ മേഖലകളെ കുറിച്ച് പഠിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളെ നോക്കുമ്പോൾ അവരെല്ലാം വെൽ സെറ്റിൽഡ് ആണെന്നാണ് പൊതുവെ ധരിച്ചിരിക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ ബിസിനസിന്റെ ആവശ്യം എന്ന് നമ്മൾ പരിശോധിച്ചാൽ, സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ എത്രയോ ആൾക്കാർക്ക് വലിയ തരത്തിൽ ഡയറക്ട് സെല്ലിംഗിന്റെ ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് അഭ്യസ്തവിദ്യരായ ഒരുപാട് ആൾക്കാർ അവരുടെ കഴിവിനനുസരിച്ചുള്ള വരുമാനം കിട്ടാത്ത, പ്രതിഫലം കിട്ടാത്ത പല മേഖലകളിലും രാപകൽ അധ്വാനിക്കുന്നതായി കാണാൻ കഴിയും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമ്മൾ ധാരാളം ഓരോ ദിവസവും എത്രത്തോളം മോഡൽ കാറുകളാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. ഇത്രയും കാറുകളെ നമുക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് പരിചയപ്പെടുത്തുന്ന ആ മേഖലയിൽ അതിന്റെ സെയിൽസ് വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇവരെ തമ്മിലുള്ള അന്തരം പരിശോധിച്ചാൽ ഒരുപാട്. ഒരു സാധാരണ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും അയാൾ റിപ്പോർട്ട് ചെയ്യുന്ന അടുത്ത ലെവലിലുള്ള അയാളുടെ മാനേജറും ഒക്കെ തമ്മിലുള്ള വരുമാനത്തിലുള്ള ഡിഫറൻസ് 5 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെയാണ്. ഇങ്ങനെ വളരെ വളരെ ഒരുപാട് മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയും. വരുമാനത്തിന് വേണ്ടി ബിടെക്കും എംടെക്കും ഒക്കെ പാസ്സായ, MSc അതിൽ ഏറെ പാസ്സായ ഒരുപാട് ആൾക്കാർ 15,000-നും 20,000 രൂപയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് രാപകൽ അധ്വാനിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങളും ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. പക്ഷെ ശരിയായ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അഭാവം അവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലുതായിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല എന്നത് മാത്രമാണ് സത്യം. അവരിലേക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഈ ഓപ്പർച്യൂണിറ്റിയെ എത്തിക്കാൻ ഇവിടെ എല്ലാവരും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കുന്നത് കൂടുതൽ. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ റോൾ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വേദി വിനിയോഗിക്കുന്നത്. ഇതുപോലെ സമൂഹത്തിലെ നാനാതുറകളിൽ ഒരുപാട് ആൾക്കാർ വലിയ രീതിയിൽ ഒരു അവസരം അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. അവരിലേക്ക് ആത്മവിശ്വാസത്തോടുകൂടി എന്താണ് ഡയറക്ട് സെല്ലിംഗ് മേഖല, എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് എന്ന് എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ധാർമ്മികമായ ബാധ്യതയും ഉത്തരവാദിത്വവും ഉണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് വേണ്ടി നിർമ്മിച്ചു തരിക, ഏറ്റവും മികച്ച ആശയം നമുക്കായി തരിക, അത് പ്രോപ്പറായി നമ്മൾ എത്തിക്കുക എന്നുള്ളതിനപ്പുറം ഉത്തരവാദിത്വം നമ്മളെക്കാൾ കൂടുതലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. സോ ബാക്കി നമുക്ക് വേണ്ട എല്ലാ ബാക്കപ്പും അവർ തരുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനാണ് നമുക്ക് വരുമാനം.
സോ ഇത് എന്റെ പ്രശ്നങ്ങളുടെ, എന്റെ ആഗ്രഹങ്ങളുടെ, എന്റെ കുടുംബത്തിന്റെ ഒക്കെ ഉത്തരവാദിത്വം ഞാനാണ് ഏറ്റെടുക്കുന്നത് എങ്കിൽ, അങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ട് എങ്കിൽ, എന്റെ കയ്യിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ എന്റെ പരമാവധി വിജയത്തിനായി, എന്നോടൊപ്പമുള്ളവരുടെ പരമാവധി വിജയത്തിനായി ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ ആ തരത്തിൽ നിങ്ങൾ എല്ലാവരും റെസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെ ഉറപ്പാക്കേണ്ടത്. ഇതുപോലെയുള്ള ഓരോ ഈവന്റ് കഴിയുമ്പോഴും നമ്മൾ ഉറപ്പാക്കേണ്ടതും അത് തന്നെയാണ്. സോ ആ തരത്തിൽ ഒരു ഉറപ്പ് ഈ വേദിയിൽ ഞാൻ നിങ്ങളോട് ഇന്ന് ചോദിക്കുകയാണ്. ആർ യു റെസ്പോൺസിബിൾ? ഈ സമൂഹത്തിന് ഡയറക്ട് സെല്ലിംഗിന്റെ മൈലേജ് ബിസിനസിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം എന്റെയും നിങ്ങളുടേതും ആണ് എന്ന് എപ്പോഴും ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ ഒക്കെ വരുമാനത്തിനായി, ഒരു മികച്ച അവസരത്തിനായി അന്വേഷിക്കുന്ന ധാരാളം ആൾക്കാരിലേക്ക് ശക്തമായി ഈ ഓപ്പർച്യൂണിറ്റി എത്തിക്കേണ്ടുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാത്ത പക്ഷം രാജ്യത്ത് ഒരുപാട് കുടികൾക്കോട് ഒരുപാട് കമ്പനികൾ വളർന്നു പോകുന്നുണ്ട്. അവയിൽ എല്ലാം ഒന്നും നല്ലതാണെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ഡയറക്ട് സെല്ലിംഗ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. സോ വ്യക്തമായ അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ട്, ജെന്യുവിനായ ഉൽപ്പന്നങ്ങളും ജെന്യുവിനായ കമ്പനിയും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത് എലമെന്റ്സും ഓണാഗ്രവും മൈലേജ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഒക്കെ സജീവമാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ലക്ഷോപലക്ഷം ആൾക്കാരിൽ ഉണ്ടാക്കിയ ഒരു വിശ്വാസ്യതയാണ് ഈ കമ്പനിയുടെ ഇത്രയും വലിയ ടേൺ ഓവറും ഇത്രയും വലിയ ട്രാക്ക് റെക്കോർഡും എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാകാം, ഏതെല്ലാം തരത്തിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാകാം, ഏതെല്ലാം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകാം, അവരെല്ലാം അസൂയയോടുകൂടി, അത്ഭുതത്തോടുകൂടി ഒക്കെ നോക്കി കണ്ടിട്ടുണ്ടാകില്ലേ നമ്മുടെ ഉൽപ്പന്നങ്ങളെയും കമ്പനിയെയും ഒക്കെ ഉണ്ടാകുമല്ലോ. അവർ ഏതെല്ലാം തരത്തിൽ ഒക്കെ നമ്മളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. സോ അവരുടെ എല്ലാം കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു വളർച്ച ഉണ്ടാക്കാനും, രാജ്യത്ത് ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആൾക്കാരിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഈ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും ശക്തമായ ഒരു ആശയവും ഇത്രയും മികച്ച ഉൽപ്പന്നങ്ങളും ഇത്രയും മികച്ച രീതിയിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാനുള്ള അവസരവും സാഹചര്യവും ഒക്കെ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കോൺഫിഡൻസ്, ഈ പറഞ്ഞ യാതൊരുവിധ കാര്യങ്ങളും ഇല്ലാണ്ട് ഈ ബിസിനസ്സിൽ വന്ന ആൾക്കാരാണ് എന്ന് എടുത്തു പറയാനായി ഒരു നേട്ടമോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബിസിനസ് പാരമ്പര്യമോ അല്ലെങ്കിൽ കമ്പനിയുടേതായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റോ മതിയായ ഉൽപ്പന്നങ്ങളോ മതിയായ ഉൽപ്പന്ന വിതരണ സംവിധാനങ്ങളോ ഈ ബിസിനസ് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിശീലന സംവിധാനങ്ങളോ ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ബിസിനസ്സിൽ വന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ വരെയെങ്കിലും എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്രയേ ഉള്ളൂ. പ്രതികൂലമായ സാഹചര്യത്തിൽ തങ്ങളുടെ സ്വപ്നങ്ങളെയും ആവശ്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുമായിട്ടുള്ള ഒരു സന്നദ്ധത, ഒരു മനസ്സ് കാണിച്ചുകൊണ്ട് മാത്രമാണ്. എനിക്കറിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് തുടങ്ങി എന്റെ പരിമിതികളെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ പരിമിതികൾ മാത്രമേ എനിക്ക് കാണൂ എന്നൊരു തിരിച്ചറിവ്. അവിടെ അതിനും അപ്പുറം എന്റെ സാധ്യതകളെയാണ് ഞാൻ കാണാൻ കഴിയുന്നതെങ്കിൽ എന്റെ അറിവില്ലായ്മകൾ, എന്റെ മറ്റു തരത്തിലുള്ള പരിമിതികൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. എത്രയോ വലിയ സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സിൽ പകുതി വിജയിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പ്രിയ സഹോദരി യമുന ചേച്ചി കൂടി ഇരിക്കുന്നു. ആള് ജീവിതത്തിലെ നല്ലൊരു പങ്കും നോർത്തേൺ ഇന്ത്യയിൽ ഹസ്ബൻഡിനോടൊപ്പം ചെറിയ പ്രായത്തിലെ നോർത്തേൺ ഇന്ത്യയിൽ സെറ്റിൽ ചെയ്ത ആളാണ്. ഹിന്ദി വളരെ ഫ്ലുവന്റ് ആണ്. എന്റെ പല ഘട്ടങ്ങളിലും എന്റെ ഗുരുവുമായിട്ടുണ്ട് എനിക്ക് ഹിന്ദി പറഞ്ഞു തരാൻ. കാരണം എന്റെ വളരെ ഓൾമോസ്റ്റ് ശീലൻ ചേട്ടന്റെ ഡയമെൻഷിപ്പ് ഒക്കെ കഴിയുമ്പോഴാണ് അത്യാവശ്യമെങ്കിൽ ഞാൻ ഹിന്ദി സംസാരിച്ച് തുടങ്ങുന്നത്. കേട്ടോ, ഞാൻ ചിന്തിക്കുകയാണ്, എനിക്കറിയില്ല ഈ ഭാഷ എന്ന് വിചാരിച്ച് ഞാൻ എങ്ങോട്ടും പോകാതെ കേരളം എന്ന ഇട്ടാവട്ടത്ത് മാത്രം ഞാൻ എന്റെ ബിസിനസ് ചെയ്യാം, എന്റെ കംഫർട്ട് സോണിനകത്ത് മാത്രം ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കാം എന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ എന്റെ ബിസിനസ് ഇന്ന് രാജ്യത്തെ 10-20-ലേറെ സംസ്ഥാനങ്ങളിലായി വ്യാപിക്കണം എന്നില്ല. പക്ഷേ ഈ ബിസിനസ്സിൽ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ എന്തും സാധിക്കും. പക്ഷെ ഈ ആവശ്യബോധം ഉള്ളിൽ അതുപോലെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അതുപോലെ
അവകാശബോധമുള്ള ആൾക്കാരും പ്രവർത്തിക്കാൻ മനസ്സുമുള്ള ആൾക്കാരുമാണ് ഇന്ന് ഈ വേദിയിൽ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്ത ആ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രവർത്തിച്ച് ചെറുതും വലുതുമായ ഓരോ നേട്ടങ്ങളിലും എത്തി ടോപ്പ് 10-ലും ടോപ്പ് 3-ലും ഒക്കെ എത്തിയ ആൾക്കാർ. ഈ ഒരു ആവേശം, ഈ ഒരു എനർജി, ഈ ഒരു ഉത്തരവാദിത്വ ബോധം അടുത്ത നാളുകളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ, കൂടുതൽ മെച്ചപ്പെടാൻ നിങ്ങൾ തയ്യാറായാൽ ഒരു സംശയവും വേണ്ട, ഇതുപോലെ 1000 കേസുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ടീമിൽ നടത്താൻ വരുന്ന കഴിയട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഫേസ് എന്ന ഈ ഒരു ഇവന്റ് ഇനി അങ്ങോട്ടുള്ള വലിയ വിജയത്തിന്റെ നാന്ദി കുറിക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ വേദിയിൽ അംഗീകാരങ്ങൾ കൈപ്പറ്റിയ മുഴുവൻ ആൾക്കാരെയും എന്റെയും കുടുംബത്തിന്റെയും വ്യക്തിപരമായ പേരിൽ പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നു.